പ്രതീക്ഷിക്കുകയാണ്. ശുഭബക്കർ, അങ്ങനെയാണെങ്കിൽ അവിടെ നിർമ്മാണ പ്രവർത്തനങ്ങളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയായിരുന്നു എന്ന് താങ്കൾ പറയുന്നു. അപ്പോൾ ഇപ്പോൾ നിലവിൽ എവിടെ വരെ ആളുകൾക്ക് പോകാൻ കഴിയുന്നുണ്ട്? അവിടെ എന്തൊക്കെയാണ് നടന്നുകൊണ്ടിരിക്കുന്നത്? അവിടെ നിലവിൽ ആളുകൾ പോകാൻ കഴിയുന്നത് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് മീനാക്ഷി പാലത്തിന്റെ അതായത് ഒരു 300 മീറ്റർ ഇപ്പുറം വരെ ചൂരമലക്കാർക്ക് പോകാൻ കഴിയും. കാരണം അത് മണ്ണ് ഇടിഞ്ഞ് വന്നിട്ട് പോയത് മേപ്പാടി ഭാഗത്തേക്ക്, അതായത് മീനാക്ഷി പാലത്തിലേക്കാണ് ആ മണ്ണ് പോയിരിക്കുന്നത്. കുറെ പാലത്തിന്റെ താഴോട്ടേക്ക് ആ ഭാഗത്ത് മാക്സിമം ഒരു 300 മീറ്റർ, ഏകദേശം ഒരു 300 മീറ്ററാണ് ഇപ്പോൾ റോഡ് കാര്യമായിട്ട് ബ്ലോക്ക് ആയിരിക്കുന്നത്. 300-400 മീറ്ററിന്റെ ഇടയിൽ കാര്യമായിട്ട് ബ്ലോക്ക് ആയിരിക്കുന്നത്. അതായത് നിരവധി വാഹനങ്ങളൊക്കെ ഇതിന്റെ ഒരു ഓരത്തായിട്ട് തന്നെ പാർക്ക് ചെയ്യാറുണ്ടായിരുന്നു. ഉണ്ട്, പാർക്ക് ചെയ്തിട്ടുണ്ട്. ഒരുപാട് വാഹനങ്ങൾ പാർക്ക് ചെയ്യലാണ്. അതായത് റിസോർട്ടിലേക്ക്, ഗാസ്റ്റിലേക്കൊക്കെ വരുന്ന വാഹനങ്ങൾ, അതിന്റെ തൊട്ടടുത്തൊരു ചായക്കട ഉണ്ട്, അതിന്റെ ഫ്രണ്ട് ഭാഗത്ത് നല്ലൊരു പാർക്കിംഗ് ഉണ്ട്. അവിടെയാണ് കൂടുതൽ വാഹനങ്ങൾ വെക്കല്. അങ്ങനെ വെച്ച ബസ്സുകളായിരിക്കാം ആ കാണുന്നത്. അല്ലാതെ അവിടെ 2 ബസ്സുകൾ കാണുന്നുണ്ട് വീഡിയോയില്. ആ ബസ്സുകൾ ഏതാന്നുള്ളത് കൃത്യമായിട്ട് അറിയില്ല കേട്ടോ. അത് ഒന്നിക്കൽ ടൂറിസ്റ്റ് ആവാം, അല്ലെങ്കിൽ ഇപ്പോഴത്തെ കാഴ്ചയിലും താങ്കൾക്ക് ആ ബസ്സുകൾ അവിടെ കാണാൻ കഴിയുന്നുണ്ടോ? ഇല്ലല്ല, അതിന് മേലെ കൂടെ മണ്ണ് വന്നിട്ടുണ്ട്. ആ ബസ്സുകളൊന്നും കാണുന്നില്ല. അപ്പൊ ഇനി ആ ബസ്സിനകത്ത് യാത്രക്കാരുണ്ടായിരുന്നു എന്നുള്ളതിനെ കുറിച്ച് കൂടുതൽ അറിയില്ല. പക്ഷെ മണ്ണിനകത്ത് ഇനിയും ബോഡികൾ ഉണ്ടെന്നുള്ളതാണ് ഓരോരുത്തർ പറയുന്നത്. ഇന്നലെയൊക്കെ നല്ല മഴയായിരുന്നു ആ പ്രദേശത്ത്. ഉണ്ടായിരുന്നു. ഇന്നലെ രാത്രിയായാലും മിഞ്ഞാന്നായാലും 2 ദിവസമായി കനത്ത മഴ തന്നെയാണ്. ഇത് നല്ലൊരു ചോരുന്നുണ്ട്, നല്ലൊരു മഴ പെയ്താലും ചോരുന്നുണ്ട്. പക്ഷെ ഇത് എന്താണ് ഇവിടെ സംഭവിച്ചെന്നുള്ള അറിയില്ല. അവര് മേലെ ഭാഗത്ത് വെള്ളം കെട്ടി നിന്നതാവാം അങ്ങനെ ദുരന്തം ഉണ്ടാകാൻ കാരണം. പിന്നെ അത് ലൂസ് മണ്ണാണ്, ആയിരക്കണക്കിന് ലോഡ് ലൂസ് മണ്ണാണ്. അല്ലാതെ അവിടെ പുതിയതായിട്ട് ഇടിഞ്ഞു വന്നതോ അതിനല്ല. ഈ മണ്ണ് ലൂസ് അവർ കൂട്ടി വെച്ചതാണ് കൊണ്ടുപോകാതെ. ആ കൂട്ടിയതിന്റെ മേലെ അവർ അടി ഉറപ്പില്ലാത്ത മണ്ണായതുകൊണ്ട് അത് മൊത്തത്തിൽ പോകുന്നതാണ്. അങ്ങനെയാണ് അവിടെ ദുരന്തം ഉണ്ടാകാൻ കാരണം. ശുഭബക്കറാണ് ഈ വിഷയത്തിൽ. അദ്ദേഹം അവിടെ ഉള്ള ആൾ കൂടിയാണ്. അദ്ദേഹം ഈ പ്രദേശത്തിനടുത്ത് തന്നെയാണ്. അതുകൊണ്ട് തന്നെ അദ്ദേഹം അവിടെ കണ്ട കാഴ്ചകൾ കൂടി പറയുകയാണ്. അപ്പോൾ പല റിസോർട്ടുകളിലേക്കൊക്കെ പോകുന്ന തരത്തിലുള്ള ബസ്സുകളൊക്കെ ആ ഈ സമീപ പ്രദേശത്ത് തന്നെയായിരുന്നു പാർക്ക് ചെയ്ത് നിർത്തിയിടാറുണ്ടായിരുന്നത്. അങ്ങനെ ചില ബസ്സുകൾ കൂടിയാണ് നമ്മൾ ദുരന്തമുണ്ടായ സമയത്ത് ആദ്യം കണ്ട ആ ദൃശ്യങ്ങളുള്ളത്. പക്ഷേ ഇപ്പോൾ ശ്രീ അബൂബക്കർ പറയുന്നതനുസരിച്ചാണെങ്കിൽ ആ ബസ്സുകളൊന്നും ഇപ്പോൾ കാണാനില്ല. അവിടെയൊക്കെ അതിൻ്റെ മുകളിലേക്കൊക്കെ മണ്ണ് വന്ന് മൂടിയിട്ടുണ്ട്. അതിലൊക്കെ ആളുകൾ ഉണ്ടായിരുന്നു, അതോ ബസ് മാത്രം പാർക്ക് ചെയ്തിട്ട് ആളുകളൊക്കെ പോയിട്ടുണ്ടോ തുടങ്ങിയ കാര്യങ്ങളിലൊന്നും ഒരു വ്യക്തതയില്ല എന്ന് കൂടി പറയുന്നുണ്ട്. അപ്പോൾ വലിയൊരു ദുരന്ത മുഖത്ത് അവിടെ നിൽക്കുകയാണ്. വയനാട് കള്ളാടി ദേശീയപാത തുരങ്കപാതയ്ക്ക് സമീപം ഉണ്ടായ ഒരു അപകടമാണ് ഇപ്പോൾ. അതിൻ്റെ ഒരു രക്ഷാപ്രവർത്തനം പുരോഗമിക്കുമ്പോൾ 2 പേരുടെ മരണം ഇതുവരെ സ്ഥിരീകരിക്കുന്നുണ്ട്. അതിനപ്പുറത്തേക്ക് സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളൊക്കെ വരുന്നുണ്ട്. നിരവധി ആളുകൾക്ക് പരിക്കേറ്റിട്ടുണ്ട്. മണ്ണിനടിയിൽ ആളുകൾ കുടുങ്ങിയിട്ടുണ്ടോ എന്നുള്ള ആശങ്കയുണ്ട്. അവരെ